നമസ്കാരം. ഗ്രഹങ്ങളുടെ സ്വാധീനം മനുഷ്യനെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം നമുക്ക് പറയാൻ കഴിയില്ല. തന്ത്രശാസ്ത്രത്തിൽ അതല്ലെങ്കിൽ ആധുനികമായ ശാസ്ത്രത്തെ പോലും അതിജീവിക്കുന്ന തരത്തിലുള്ള ചില കല്ലുകൾ, നവരത്നങ്ങൾ, വൈഡൂര്യങ്ങൾ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ വിഡ്ഢിത്തമാണെന്ന് പറയുന്ന, ഇതെല്ലാം വിഡ്ഢിത്തമാണ്, ഇത് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതല്ല, നമ്മുടെ അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. വിദേശത്തേക്ക് വളരെ നന്നായി ബിസിനസ് ചെയ്തിരുന്ന ഒരാൾ, ഒരു വ്യവസായി, എക്സ്പോർട്ട് ചെയ്തിരുന്ന ഒരാൾ ഒരു കാലത്ത് എൻ്റെ അടുക്കലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ കൈകളിലെല്ലാം തന്നെ 10 വിരലിലും ഈ നവരത്നങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഊരി വയ്ക്കുമോ? അതെ, ഉറങ്ങാൻ നേരത്തെ ഇതിൽ ചിലത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, മറ്റൊന്ന് ചിലത് വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കും. അപ്പോൾ ഈ 10 ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിൽ വേറെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇത് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ താനൊരു സമ്പന്നനാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. എൻ്റെ അമ്മ രാത്രി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അപ്പുറത്തെ പറമ്പിൽ പോയി അവിടുത്തെ ചീനി പിഴുതുകൊണ്ട് വന്ന് ഭക്ഷണം തന്ന് വളർത്തിയ ആളാണ്. അപ്പോൾ വിശപ്പിൻ്റെ വിളി നന്നായിട്ട് അറിഞ്ഞൊരാളാണ്. വലിയ കാറുകളിൽ ഞങ്ങളുടെ പരിസരത്തുള്ളവർ പോകുമ്പോൾ ഞാനത് നോക്കി നിന്നിട്ടുണ്ട്. അമ്മ അവരുടെ വീട്ടിൽ ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്ന ഭക്ഷണം ഞങ്ങൾ കാത്തിരിക്കാറുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്ക് ഞാൻ വളർന്നു. ആ വളർന്നതിന് കല്ലുകൾക്കൊരു കാരണമുണ്ട്. ഞാൻ ചോദിച്ചത് എങ്ങനെയാണ്? അപ്പോൾ ഇദ്ദേഹം ഒരു 10-11 വയസ്സ് പ്രായമായപ്പോൾ ഈ വീട്ടിൽ ജോലിക്കായിട്ട് പോയി. ജോലിക്കായിട്ട് അമ്മയുടെ കൂടെ പോവുകയാണ്. പോകുമ്പോൾ ആ വീട്ടിൽ അദ്ദേഹം അതിൽ ഒരാൾ, 4 സഹോദരന്മാരിൽ ഒരാൾ സ്വർണ്ണക്കച്ചവടം നടത്തുന്ന ഒരാളാണ്. സ്വർണ്ണ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അവർ പാരമ്പര്യമായിട്ട് സ്വർണ്ണ ബിസിനസ് ചെയ്യുന്നവരാണ്. പക്ഷേ അതിൽ ഒരാൾ ഈ കല്ലുകളെക്കുറിച്ചിട്ടുള്ള, വൈഡൂര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഇതിനായിട്ട് ഡോക്ടറേറ്റൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ അത് സിംഗപ്പൂരിലും കണ്ടുപോയി മേടിച്ചതാണെന്നാണ് പിന്നീട് പലരും പറഞ്ഞിട്ടുള്ളതെങ്കിലും അദ്ദേഹത്തിന് കല്ലുകളെക്കുറിച്ചിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ ഈ വെഞ്ഞാറമൂട് അത്തരം ഭാഗങ്ങളിലൊക്കെ, കാട്ടാക്കട അത്തരം ഭാഗങ്ങളിലൊക്കെ നിരന്തരം സഞ്ചരിക്കുകയും അവിടെ നിന്നൊക്കെ ഈ ഭൂമിക്കടിയിലെ കല്ലുകൾ കളക്ട് ചെയ്തുകൊണ്ട് വരികയും പിന്നെ കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഉയരുകയൊക്കെ ചെയ്തു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ എങ്ങനെയാണ് തകർന്നത് എന്ന് ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തകർന്നതിന് മുമ്പ് മറ്റേയാൾ എങ്ങനെയാണ് തകർന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇദ്ദേഹവുമായിട്ട് കടയിൽ ജോലിയുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായി. എന്നിട്ട് ഏറ്റവും വിലപിടിപ്പുള്ള, ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള, ഇല്ലെങ്കിൽ ഇന്ന് കോടികൾ വിലപിടിപ്പുള്ള ഒരു സ്റ്റോൺ, ഒരു കല്ല് ഇദ്ദേഹം അവളുടെ വിവാഹത്തിനായി കൊടുത്തു. ഒരു ഘട്ടം കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ മനുഷ്യരെ, കുറേ കഴിയുമ്പോൾ സ്ത്രീകളോട്, ഭൗതികങ്ങളോട് മടുപ്പ് വരുമ്പോൾ, ആകർഷണത നശിപ്പിക്കുമ്പോൾ പിന്നെ ഒഴിവാക്കാനായി ശ്രമം നടത്തും. അങ്ങനെ ഒഴിവാക്കാവുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് പാപങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് അദ്ദേഹം ഈ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വൈഡൂര്യം കൊടുത്തു. അത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നായിരുന്നു. അവളത് ആദ്യം സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഇത്രയും കാലം നിങ്ങളുടെ കൂടെ എൻ്റെ ഒരു സുഹൃത്തായിട്ട് ജീവിച്ചതില്ലേ, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ, ഇല്ലെങ്കിൽ ഇയാളുടെ ഭൗതികമായ സുഖങ്ങളിൽ അവരൊരു പാർട്ട്ണറായിരുന്ന ആളായതുകൊണ്ട് അവരുടെ വിവാഹത്തിന് ഇത് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന പുരുഷനെ അവർ വഞ്ചിക്കുകയാണോ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. എന്തായാലും ഈ മുതലാളി ഈ വലിയ വില കൂടിയ വൈഡൂര്യം ആ കുട്ടിക്ക് കൊടുത്തതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ, ഈ മുതലാളിയുടെ ബിസിനസ് തകരുക മാത്രമല്ല, അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. ഇനി എൻ്റെ അടുത്ത് വന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഡ്രൈവറായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയും ഈ വിഷയങ്ങളെല്ലാം ഇദ്ദേഹത്തിന് അറിയാം. എങ്ങനെയാണെന്നറിയില്ല. എന്തായാലും ഇദ്ദേഹം ഒരു സമ്പന്നനായി മാറി. ഒരു എക്സ്പോർട്ടിങ് നടത്തുന്ന, ഒരു വലിയ കമ്പനി നടത്തുന്ന അവസ്ഥയിലേക്ക് മറ്റൊരാളെ എടുത്ത് നടത്തുകയായിരുന്നു. അദ്ദേഹത്തിന് ബിസിനസ്സിൽ പ്രശ്നം വന്നപ്പോൾ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവറായിട്ട് മറ്റേ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹം, അത് രാജയോഗം എന്നൊക്കെ പറയും. അതിനകത്ത് ഒരാൾക്കൊരു യോഗം ഇങ്ങനെ ആകണമെന്നുണ്ടെങ്കിലാവും. അവനെങ്ങനെ ജനിച്ചു, എങ്ങനെ വളർന്നു എന്നതല്ല, എങ്ങനെ അവൻ മറ്റൊന്നിലേക്ക് എത്തപ്പെടുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ചപ്പോൾ അപകടത്തിൽ അന്ന് ഇദ്ദേഹം കൂടെ ഒപ്പം പോയില്ല. അദ്ദേഹം എന്തോ സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോയപ്പോൾ മൃത്യു സംഭവിച്ചതാണ്. എന്തൊക്കെയാണ് മറ്റേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതെന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വിടാം. അതൊക്കെ കാലം തെളിയിക്കുന്നതാണ്. എന്തായാലും ഇദ്ദേഹം വളരെ സമ്പന്നനായി എൻ്റെ അടുത്ത്
വരുമ്പോൾ ഇദ്ദേഹം സമ്പന്നനായില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലത്ത് താങ്കൾ അർഹതയില്ല എന്തെങ്കിലും നേടിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കൊരു സത്യം മനസ്സിലായി. ഈ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന നവരത്ന കച്ചവടക്കാരൻ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിലപിടിപ്പുള്ള എന്തൊക്കെയോ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകുകയും ആ സമ്പത്ത് കൊണ്ട് ഇദ്ദേഹം വലിയ ആളാകുകയും ഒക്കെ ചെയ്തതാണ്. എന്നാലും ഇട്ടിരിക്കുന്ന വൈഡൂര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇട്ടിരിക്കുന്ന രത്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മാത്രമേ ഇനി ബാക്കിയുള്ളൂവെന്നും അതിഭീകരമായ സാമ്പത്തിക അവസ്ഥയിൽ പോയെന്നും കപ്പലിലേക്ക് കയറ്റി അയച്ച സാധനങ്ങൾ മുഴുവൻ വിദേശത്തേക്ക് കയറ്റിയത് മുഴുവൻ റിജക്റ്റ് ചെയ്തെന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ പിന്നെ ഈ കല്ലുകൾ ഇടുന്നതിനൊരു സ്വാധീനമില്ലേ? ഈ കല്ലുകൾ ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടാകും എന്നല്ലേ പറയുന്നത്? അപ്പോൾ ഒരേ തരത്തിലുള്ള ഞാനിപ്പോൾ അഭിലാഷ് അദ്ദേഹം വളരെ ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലും ആത്മീയമായ അടിസ്ഥാനത്തിലും കല്ലുകളെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് ഇത്തരം ഇൻ്റർവ്യൂ മനുഷ്യന് എന്തെങ്കിലും പ്രയോജനപ്പെടുത്താവുന്ന തരത്തിൽ പൂജകൾ കൊണ്ട് മാത്രമല്ല, പൂജ പരിഹാരങ്ങൾ കൊണ്ട് മാത്രമല്ല, വിലയെടുപ്പുകൾ കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ളതാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇത് കച്ചവടമായിട്ട് എടുക്കേണ്ട നിങ്ങൾക്ക്, നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് എന്നുള്ള ഞാനും കൂടെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പൂർവ്വജന്മം, നമ്മളെപ്പോഴും ഒരു കല്ലെടുക്കുമ്പോൾ അതിൻ്റെ ഈ മനുഷ്യൻ്റെ പൂർവ്വജന്മം പരിശോധിക്കണം. പൂർവ്വജന്മത്തിൽ ഇദ്ദേഹം എന്തായിരുന്നു? ഇപ്പം നമ്മൾ സാധാരണ കല്ലെടുക്കുമ്പോൾ നമ്മൾ ഈ ഗ്രഹനില വെച്ചിട്ട് ഇദ്ദേഹം എന്ത് കല്ലാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയും. പക്ഷേ ഏത് ജ്യോതിഷാടിസ്ഥാനത്തിൽ, ജ്യോതിഷ സംബന്ധമായ കാര്യത്തിൽ, തന്ത്രമാന്ത്രികങ്ങൾ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പ്രശ്നത്തിൽ പരിഹാരം വരണമെങ്കിൽ അവൻ്റെ പൂർവ്വജന്മം എടുക്കണം. അവൻ്റെ പൂർവ്വജന്മം എടുക്കുമ്പോൾ ആ പൂർവ്വജന്മത്തിൽ നിന്നുമാണ് ഈ അവസ്ഥയിലേക്ക് അവൻ എങ്ങനെ വന്നാണ്, ഇപ്പോൾ അവൻ്റെ ഗ്രഹനില എന്താണ്, ആ ഗ്രഹനില അനുസരിച്ച് അവൻ എന്താണ് വേണ്ടത്. അപ്പോൾ ഒരു പൂർവ്വജന്മം അറിയാവുന്ന ഒരാളും അതിനോടൊപ്പം തന്നെ ജ്യോതിഷ നന്നായി കൈകാര്യം ചെയ്യുന്ന, ഗ്രഹനിലകളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാളും കൂടെ ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ കല്ലുകൾ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ കല്ല് തിരിച്ചടിക്കും. അപ്പോൾ ഈ 10 വിരലും മോതിരമായിട്ട് വന്ന ആളിന് മുഴുവൻ തകരാനുള്ളതിൻ്റെ കാരണത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു. മറ്റേയാൾ അദ്ദേഹമായിട്ട് സ്വകാര്യ ബന്ധമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ഡയമണ്ട് കൊടുത്തതോടെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സും അപകടത്തിൽപ്പെട്ടു. അതുപോയി, അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, മറ്റൊരാളുടെ കയ്യിൽ വന്നു. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നവർ മോശമാണെന്നല്ല, ഏതടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം സമ്പന്നനായി ബിസിനസ് ചെയ്ത മറ്റൊരാളായി ഇപ്പോൾ ഇദ്ദേഹവും മുഴുവൻ നഷ്ടപ്പെട്ട് എൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ തകർച്ച സംഭവിച്ചത്? കാരണം ജയിലിൽ പോകുന്ന അവസ്ഥയാണ്, കോടിക്കണക്കിന് രൂപ ബാധ്യതയാണ്. ഇത്രയും നവരത്നങ്ങൾ ധരിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഞാൻ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, അഭിലാഷ്, ഇദ്ദേഹം ഈ എല്ലാ വിരലിലും ഈ ഡയമണ്ടുകളും ഇത്രയും മോതിരങ്ങളും ഇതെല്ലാം ധരിച്ചുകൊണ്ട് ധരിക്കേണ്ടതല്ലാത്തത് ധരിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ കർമ്മത്തിന് ഇതിനകത്ത് 50% കർമ്മം കൊണ്ടുള്ള ദോഷം വരും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ എല്ലാ വിരലുകളിലും ഈ തള്ളവിരലോദിച്ച് ബാക്കി എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഈ ചൂണ്ടുവിരലിലാണ് ഇദ്ദേഹത്തിന് വിലപിടിപ്പുള്ള ഈ വിരലിന് എന്താ പ്രത്യേകതയുള്ളത്? ചൂണ്ടുവിരലെന്ന് പറയുന്നത് അതിലൊരു അദ്ദേഹത്തിന് ഒരു വലിയ ഡയമണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ അതിഭയങ്കരമായി തിളങ്ങുന്ന ഒരു ഡയമണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ചൂണ്ടുവിരലിലുണ്ടായിരുന്നു. ചൂണ്ടുവിരലിൽ ഡയമണ്ട് ധരിക്കാൻ പാടില്ല. ഓ ശരി ശരി. ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് നമ്മൾ ഡയമണ്ട് ധരിക്കാനുള്ള വിരലല്ല, ഡയമണ്ട് ധരിക്കാനുള്ള നടുവിരലാണ്. അപ്പൊ ഈ ചൂണ്ടുവിരലിൽ ധരിക്കുന്നത് എന്താണ്? അപ്പൊ എന്തായിരിക്കും അദ്ദേഹം ധരിച്ചിരുന്നത്? മൂൺ സ്റ്റോൺ ധരിക്കും, കാറ്റ്സൈ ധരിക്കും. അപ്പോൾ ഈ ചൂണ്ടുവിരലിൽ ഡയമണ്ടാണ് ഇദ്ദേഹം ധരിച്ചിരുന്നത്. അതെനിക്ക് ഓർമ്മയുണ്ട്. കാരണം അത് ഒരു വല്ലാത്ത, അദ്ദേഹം സംസാരിക്കുമ്പോഴൊക്കെ ഒരു വല്ലാത്ത പ്രഭ അതിനകത്തുണ്ടായിരുന്നു. അത് തെറ്റായിട്ടുള്ളൊരു ധാരണ പ്രകാരമാണ്. കാര്യം ചൂണ്ടുവിരലിൽ ഇന്ന് ആമമോതിരം സുലഭമായിട്ട് കിട്ടുന്നതാണ്. ചൂണ്ടുവിരൽ ധരിക്കുന്നത് മഹാലക്ഷ്മിയുടെ കടാക്ഷം ഏറ്റവും കൂടുതൽ പതിക്കുക എന്നുള്ളതാണ്. ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ കടാക്ഷം നമുക്ക് അനുഗ്രഹിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ധരിക്കുന്ന സാധനം, ഒരു ആമമോതിരം ചൂണ്ടുവിരൽ ധരിക്കുന്നത് കൊണ്ട് പ്രകാശം കൂടുതലായിട്ട് നമ്മളിലേക്ക് വരികയും കടാക്ഷങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തികമായിട്ടുള്ള ധനവൃത്തി ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ്. പക്ഷേ കല്ലുകളിൽ നമ്മൾ ഡയമണ്ട് ചൂണ്ടുവിരൽ ധരിക്കരുതെന്ന് പറയുന്ന കാരണം ഡയമണ്ട് അട്രാക്റ്റീവാണ്, ആകർഷണത്വം കൂടിയതാണ്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മളെ നടുവിരലിലാണ്. അതായത് അതിൻ്റെ നടുവിരൽ ധരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തമം. അപ്പോൾ ഈ ചൂണ്ടുവിരലിൽ ധരിക്കുന്നത് അബദ്ധമാണ്. അപ്പോൾ ഒരു ഡയമണ്ടും ധരിക്കാൻ പാടില്ല എന്നാണ്. ഡയമണ്ട് ഒരിക്കലും ചൂണ്ടുവിരൽ ധരിക്കാൻ പാടില്ല. ഡയമണ്ട് ചൂണ്ടുവിരൽ ധരിക്കുന്നത് ശുദ്ധമായിട്ടുള്ള അബദ്ധമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വാമി പറഞ്ഞതുപോലെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനില്ലാത്തതുകൊണ്ടായിരിക്കും. പറഞ്ഞു കൊടുക്കാനുള്ള മാത്രമല്ല, നമ്മുടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരാളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൻ്റെ മുമ്പിൽ 10 വിരലിലും ഡയമണ്ട് നവരത്നങ്ങളും ഒക്കെ ധരിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കാനും ബിസിനസ്സിനൊക്കെ ഒരു പക്ഷേ അത് ആവശ്യമായിട്ട് വരും. ഒരു കാലത്ത് എനിക്ക് അത്തരം ഭ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്.
രണ്ടാമത് ഈ നവരത്ന മോതിരം എല്ലാവർക്കും ധരിക്കാൻ പാടുണ്ടോ? നവരത്നം കാരണം എല്ലാ ഗ്രഹങ്ങളും കൂടെ ബന്ധിച്ചിട്ടുള്ള ഒരു നവരത്ന മോതിരം പൊതുവിൽ സ്വാമിയായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇരിക്കുമ്പോഴും നവരത്ന മോതിരത്തെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടായിരുന്നു. നവരത്ന മോതിരം അന്ന് ഇന്നും പറയുന്നതാണ് ധരിക്കാൻ പാടില്ല. നവരത്ന മോതിരം ധരിച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമില്ല. പിന്നെ ഒരു ഫാൻസിക്കൊക്കെ വേണ്ടി ഒരു നല്ലൊരു കയ്യിൽ കിടക്കുമല്ലോ, അങ്ങനെ ഒരു സന്തോഷത്തിന് വേണ്ടി ധരിക്കാം. അല്ല അങ്ങനെയല്ലോ. അപ്പം ഞാനിത് ചോദിക്കാനൊരു കാരണം, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടായിരിക്കും നവരത്ന മോതിരം കിട്ടുമോ എന്ന് ചോദിച്ച് എന്നെ ഒരാൾ വിളിച്ചിരുന്നു. ഒന്നോ രണ്ടോ പേര് വിളിച്ചിരുന്നു. ഒരാൾ പറഞ്ഞു നവരത്ന മോതിരം ഞാൻ ഉപയോഗിച്ചെന്നും ഇവിടെ പ്രശസ്തമായ ഒരു ജ്വല്ലറിയിൽ നിന്ന് അത് പറഞ്ഞ് അവിടുത്തെ ജ്യോതിഷൻ നോക്കിയിട്ട് കൊടുത്തതാണെന്നും, പക്ഷെ അത് ഇട്ടതിന് ശേഷം വ്യാപകമായിട്ടുള്ള നാശങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നവരത്നമേ ധരിക്കാൻ പാടില്ല. ഇപ്പം സ്വാമിക്ക് ശുക്രനാണ് അത്യുന്നത ഉച്ചസ്ഥായിൽ നിൽക്കുന്നെങ്കിൽ സ്വാമി നവരത്ന മോതിരത്തിൽ ഡയമണ്ട് എന്ന് പറയുന്നതുണ്ട്, കാറ്റ്സൈ എന്ന് പറയുന്നുണ്ട്, എമറോൾഡ് ഉണ്ട്, റൂബി ഉണ്ട്. എമറോൾഡിൻ്റെ റൂബിയുടെയും കാറ്റ്സൈയുടെയും ഒന്നും ഗുണം വേണ്ടല്ലോ, ഇതിൻ്റെ മാത്രം പവർ മതിയല്ലോ. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും സ്റ്റോൺ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് എല്ലാ എനർജിയും കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ മാത്രം അനുകൂല്യത ഒരു സമയത്തുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, നമ്മളൊരു വ്യക്തമായ ധാരണയില്ലാതെ ഇത് ധരിക്കരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിൽ പോലും വ്യക്തമായ ഒരു ധാരണ ഇത്തരം ഈ രത്നങ്ങൾ വൈഡൂര്യങ്ങളാണെങ്കിലും രത്നങ്ങളാണെങ്കിലും ഇതുപോലുള്ള ഒരുപാട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ അദ്ദേഹത്തിന് അറിയാവുള്ളൂ. എനിക്കിതിൻ്റെ പരിമിതമായ അറിവുകളേ ഉള്ളൂ. പക്ഷേ ഈ എപ്പിസോഡ് DNA-യിൽ വന്നതിന് ശേഷം എന്നെ ആൾക്കാർ ക്വസ്റ്റ്യൻസ് ആയിട്ട് പലപ്പോഴും കാണുമ്പോഴും ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഞാൻ മാത്രം ഇതുമില്ല, ഞാനും ടീച്ചറുമായിട്ട് പോയപ്പോഴത്തേക്ക് ഒരാൾ ഈ എപ്പിസോഡ് കാണുകയും ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്കതിനകത്ത് വ്യക്തമായ ധാരണ ഇതിനെക്കുറിച്ച് പറയാനറിയില്ല, ഞാൻ വേണമെങ്കിൽ പൂർവ്വജന്മം പറഞ്ഞു തരാം. നിങ്ങളുടെ പൂർവ്വജന്മം ഇന്നതാണ് എന്ന് ജ്യോതിഷൻ നമ്മുടെ കൂടെയുള്ള ജ്യോതിഷനോട് പറഞ്ഞാൽ അദ്ദേഹം പൂർവ്വജന്മത്തിൽ നിന്ന് ഈ ജന്മത്തിലേക്ക് എടുത്തിട്ട് ഈ ജന്മത്തിൽ നിങ്ങൾ ധരിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരും. ഒരിക്കലും ഈ ജന്മത്തിലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ധരിക്കുന്ന നവരത്ന മോതിരങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ഈ പിന്നെ വൈഡൂര്യങ്ങളൊക്കെ തന്നെ പൂർവ്വജന്മ ബന്ധം അനുസരിച്ചിട്ട് മാത്രമേ ഇത് ധരിക്കാൻ പാടുള്ളൂ എന്ന് ചോദിക്കുന്നത്. അതിനൊക്കെ എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പറയാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ഈ ഒരു എപ്പിസോഡെന്ന് പറയുന്നത് മനുഷ്യൻ അത്യാവശ്യം വലിയ ദോഷദുരിതങ്ങൾ നമുക്ക് വരാതിരിക്കുകയും അങ്ങനെ ദോഷദുരിതങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ശനിദശ ഉള്ളപ്പോൾ ഒരാൾ ധരിക്കേണ്ടത് എന്താണ്? ശനിദശയ്ക്ക് ഇന്ദ്രനീലമാണ് ധരിക്കേണ്ടത്. ഇന്ദ്രനീലം. ശരി. അപ്പോൾ കേതുവും രാഹുവും ശനിയുമാണ്. ഈ ഒരു സ്ഥലത്ത് കേതുവിൽ എന്താണ് ധരിക്കേണ്ടത്? വൈഡൂര്യമാണ്. കേതുവിൽ വൈഡൂര്യം ധരിക്കുക. അപ്പൊ ശനിയിൽ ഇന്ദ്രനീലം ധരിക്കുക. അപ്പൊ ഈ രാഹുവിന് എന്താണ് ചെയ്യുന്നത്? ഗോമേതകം, സർപ്പം. അപ്പോൾ ഗോമേതകം ധരിച്ചുകൊണ്ട് സർപ്പമന്ത്രം കൂടെ ജപിച്ചു കഴിഞ്ഞാൽ അതിനാണ് ചിലർ എൻ്റെ അടുത്ത് നാഗക്കല്ലുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാറുണ്ട്. അല്ല, അതൊരു വ്യക്തമായിട്ടുള്ള സബ്ജക്റ്റാണ് സ്വാമി. അതിൽ ചിലർക്ക് സംശയമുണ്ട്. ഈ സർപ്പദോഷം നമുക്കൊരിക്കലും ഒരു സ്റ്റോൺ ഇട്ടത് കൊണ്ട് തീരത്തില്ല. അത് അതിൻ്റെതായിട്ടുള്ള ക്രിയകൾ ചെയ്താൽ മാത്രമേ സർപ്പദോഷം മാറത്തുള്ളൂ. ശരി. പക്ഷേ നമുക്കിപ്പോൾ അനുകൂലമല്ലെങ്കിൽ, ഇപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇപ്പം നമ്മുടെ ദശാപ്രകാരം നമുക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റോൺ ധരിക്കുമ്പോൾ ഈ അനുകൂലതയ്ക്ക് നമ്മളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ധരിക്കുന്നത് കൊണ്ടുണ്ടൊരു മാറ്റം ഉണ്ടാവും. അതിനൊരു എനർജി എനിക്കിപ്പം എൻ്റെ ദശയിൽ ചന്ദ്രന് ബലക്കുറവാണ്. അപ്പോൾ ഞാൻ ബോൺ സ്റ്റോൺ ധരിക്കുന്നു. അതിൻ്റെ ബലം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ബലം കൂട്ടിക്കൊടുക്കാൻ നമുക്കൊന്നിനെ എടുത്തു മാറ്റാൻ വേണ്ടി കഴിയില്ല. ഉള്ളതിനെ ബലം കുറഞ്ഞു നിൽക്കുന്നതിനെ ബലം കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ശനിയുടെ അപകാരം ഉണ്ടാകുന്ന ഒരു 7 വർഷക്കാലം അല്ലെങ്കിൽ 7.5 ശനിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇന്ദ്രനീലം ധരിക്കുക എന്നുള്ളത് ശനീശ്വരൻ്റെ സ്റ്റോണാണ്. ആ സ്റ്റോണിന് ശരീര സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി സാധിക്കും. 7 ശനി. അപ്പൊ ശനിയിലെ 7 ശനി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭീകരമായ അവസ്ഥ. ഈ സ്റ്റോൺ ധരിക്കുന്നത് കൊണ്ട് മാറ്റം വരും എന്നാണ് അഭിലാഷ് പറയുന്നത്. പൂർണ്ണമായിട്ട് മാറ്റം വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. 7 ശനിയിൽ നമ്മൾ സ്റ്റോൺ ധരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നതിനെ വലുതായിട്ട് വരുന്നത് ചെറുതായിട്ട് മാറും എന്നുള്ളതാണ്. അതാണ് കണ്ണിൽ കൊള്ളേണ്ടത് പിരിയത്തിൽ കൊണ്ടുപോകും. 7 ശനിയിൽ ആരും ഒരു പ്രഡിക്ഷൻ നടത്തില്ല. കണ്ടക ശനിയും 7 ശനിയിലും പ്രഡിക്ഷൻ നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അത് ദൈവം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ല, അങ്ങനെ അത് പറയുമ്പോൾ നമ്മുടെ തന്ത്രമാന്ത്രികത്തിൽ നിൽക്കുന്നവർ 7.5 ശനി പിടിച്ച് വരുന്നവർക്ക് ഒരു ആശ്വാസം എന്നുള്ളതിൽ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി. അല്ല, അതിനിപ്പോൾ ഞാൻ അങ്ങനെ വരുന്നവർക്ക് തലക്കേവരി പോയി കുളിക്കാൻ പറയും. ശനിയുടെ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ വരുന്നവർക്ക് പരിഹാരമില്ലെങ്കിൽ നിന്റെ തലവിധി ഇതാണ്, ആ വിധി മാറ്റാൻ തലക്കവേരി പോയി കുളിക്കുക. ഞാൻ അതിൻ്റെ എന്തുകൊണ്ടാണെന്ന് പോലും അവരോട് പറയാൻ നിൽക്കില്ല. കാരണം 7 ശനിയുള്ള ഒരാളിൻ്റെ മുഖലക്ഷണം തന്നെ നോക്കിയാൽ അറിയാം ഇവർക്കാർക്ക്. അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള
എന്ന് പറഞ്ഞാൽ ഈ വരുന്നവരൊക്കെ തന്നെ കോടീശ്വരന്മാരല്ലല്ലോ. അപ്പം ഒരു കാര്യം അഭിലാഷ് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിനെ ഒന്നും പൂർണ്ണമായി മാറ്റാൻ പറ്റില്ല, എന്നാൽ ശക്തമായി കൊടുങ്കാറ്റായിട്ട് വരുന്നതിനെ ഒരു ചെറുകാറ്റായി മാറ്റാനോ തടയാനോ സാധിക്കും എന്നുള്ളതാണ്. അതെന്തായാലും നമുക്ക് നല്ലൊരു ഉദാഹരണമാണ് പറഞ്ഞത്, അനുഭവമാണ് പറഞ്ഞത്. ഏതൊരു സ്റ്റോണും നമ്മൾ ധരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന കാര്യങ്ങൾ അത് ശനിയുടെ കാര്യത്തിലാണ്. മറ്റു കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റൂബി ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബിയിൽ ഉണ്ടാകുന്ന റൂബി ധരിക്കുമ്പോൾ നമ്മുടെ വളർച്ചയുടെ ഭാഗമാണത്. സാമ്പത്തിക വളർച്ചയുണ്ട്. നമ്മൾ എന്തിലാണോ ഏത് പ്രൊഫഷനിലാണ് ഇരിക്കുന്നത് ഉയർച്ചയിലേക്ക് നമ്മൾ. അപ്പൊ ആരോഗ്യപരമായ ആരോഗ്യത്തിന് നമ്മുടെ ഒരാളുടെ അസ്ഥികൾക്ക് ദോഷമുണ്ടാകാവുന്ന തരത്തിൽ അതൊക്കെയാണല്ലോ മനുഷ്യന് ആരോഗ്യാവസ്ഥ. രക്തത്തിന് ദൂഷ്യമുണ്ടാകുന്നത്, രക്തദൂഷ്യം ഉണ്ടാകുന്ന സർപ്പവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ രക്തദൂഷ്യം ഉണ്ടാവും. രക്തദൂഷ്യത്തിന് പരിഹാരമോ ഒരു പരിധിവരെ നമുക്ക് വിശ്വസിക്കാനോ സമർപ്പിക്കുകയോ ചെയ്യാൻ പറ്റുന്ന സ്റ്റോൺ ഏതാണുള്ളത്? രക്തദൂഷ്യത്തിന് നമുക്കൊരു പരിധിവരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോൺ എന്ന് പറയുന്നത് യെല്ലോ സഫയർ ആണ്. യെല്ലോ സഫയർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം, മഞ്ഞപുഷ്യരാഗം, ആരോഗ്യം, പുഷ്ടി, ഇതൊക്കെ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ രാശി നോക്കുമ്പോൾ വ്യാഴം അഷ്ടമത്തിലാണെങ്കിൽ പൊതുവിൽ ആരും യെല്ലോ സഫയർ ധരിക്കാൻ വേണ്ടി പറയത്തില്ല. കാര്യം വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഗുണം അത്ര ഉണ്ടാവത്തില്ല. അഷ്ടമത്തിൽ വേണം നിൽക്കുമ്പോൾ ഗുണാനുഭവങ്ങൾ ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അഷ്ടമത്തിൽ വ്യാഴം വരുമ്പോൾ യെല്ലോ സഫയർ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ യെല്ലോ സഫയർ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ഉണ്ടാകുന്ന കാര്യമുണ്ട്. നമുക്ക് എത്രത്തോളം കാഠിന്യം ഉണ്ടാവും, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ റിലാക്സിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അസുഖം പൂർണ്ണമായിട്ട് മാറുന്നു എന്നുള്ളതല്ല, നമ്മുടെ ഉണ്ടാകുന്ന നമുക്കൊരു ചൈതന്യം വർദ്ധിക്കും, നമ്മുടെ ഫേസിലൊരു അട്രാക്ഷൻ ഉണ്ടാവും, നമുക്ക് കാര്യങ്ങളുണ്ടാവും. ധരിക്കേണ്ട രീതി അല്ല. നമ്മുടെ പെൺകുട്ടികൾ ഇപ്പോൾ സിനിമാ താരങ്ങൾ പലരും അവർക്ക് കോടികളുടെ വരുമാനം ഉണ്ടല്ലോ, പെട്ടെന്ന് സിനിമയിൽ നിന്ന് ഔട്ടാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിളർച്ചയുണ്ട്. ഇല്ലെങ്കിൽ അവർ പെട്ടെന്ന് ആ സൗന്ദര്യകരമായിട്ട്, സിനിമ അങ്ങനെയാണ് എപ്പോഴും, സിനിമയല്ല എല്ലാം അങ്ങനെയാണ്, ഒരു പ്രഭയോട് കൂടി നിന്നവർ പിന്നെ ഒന്നുമല്ലാതായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ സൗന്ദര്യത്തിന് പെട്ടെന്ന് ഡാമേജ് സംഭവിക്കുന്ന അവസ്ഥയുണ്ട്. ഇത്തരം ശരീരത്തിന് ദോഷങ്ങൾ സംഭവിക്കാതിരിക്കാനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ശരീരം എന്ന് പറയുന്ന നശിച്ചു പോകുന്നതാണത്, ജീർണവസ്ത്രവുമാണ്. അപ്പോൾ ഇത്തരം ഭൂമിയിൽ നിന്ന് കിട്ടുന്ന, ഭൂമിയുടെ ഏറ്റവും നിഗൂഢമായിട്ടുള്ള സത്യങ്ങളിൽ ഒന്നാണല്ലോ ഈ വടൂര്യം. നമ്മൾ ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്, നമ്മൾ ഭൂമിയിൽ തന്നെ ജീവിക്കുന്നതാണ്. അപ്പോൾ ഭൂമി തന്നെ നമുക്ക് ഇത്തരം ആരോഗ്യപരമായിട്ടുള്ളതും മനുഷ്യന്റെ സൗന്ദര്യങ്ങൾ നിലനിർത്താനും പറ്റുന്ന തരത്തിലുള്ള ഒരു ഡയമണ്ടിനെ കുറിച്ച് ഞാൻ വലിയ വിലയില്ലാത്തൊരു സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിന് ഇപ്പോൾ ഞാൻ ടീച്ചർ ഒരു മൂക്കുത്തി വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആഗ്രഹം കൊണ്ടാണ് മേടിച്ചെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ടീച്ചറിന്റെ മുഖത്തുണ്ടായിരുന്ന ഭീകരമായ കറുപ്പിന് വ്യത്യാസം വന്നു. അത് ഞാൻ ടീച്ചറിനോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മൾ ഡയമണ്ട് ശുക്രന്റെ സ്റ്റോണാണ്. ഡയമണ്ട് നമ്മുടെ ശരീരത്തിൽ ധരിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. ഡയമണ്ട് നമ്മുടെ ശരീരത്തിൽ ധരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യം അതിന്റെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സം, അത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ഈ ഡയമണ്ട് ധരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു, ഡയമണ്ട് ധരിക്കാൻ വേണ്ടി പ്രാപ്തിയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ യൂസേജ് ആണ് വിവാഹ തടസ്സം, ജോലി തടസ്സം, വീട് പകുതി പണിയിലുള്ളത്. അയാളുടെ ശുക്രൻ, അതായത് അയാളുടെ സാമ്പത്തിക നിലയും അയാളുടെ ആരോഗ്യ നിലയും ഒക്കെ മെച്ചപ്പെടുന്ന തരത്തിലേക്ക് അത് മാറും. അപ്പോൾ ഡയമണ്ട് ഇടുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു പ്രസരിപ്പ് ഉണ്ടാവും. ആ ഒരു പ്രസരിപ്പ് നമുക്ക് എല്ലാ തലങ്ങളിലും ഉണ്ടാവും. നമുക്ക് അതേ എനർജിയോടുകൂടി എല്ലാം പോസിറ്റീവായിട്ട് നമുക്ക് അത് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് ഒരു ദൈവവിശ്വാസമില്ല, ജ്യോതിഷത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരാൾ, വളരെ പ്രശസ്തനായ ഒരാളാണ്. യാദൃച്ഛികമായി ഞാൻ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പുള്ളിയുടെ കയ്യിലൊരു ഡയമണ്ട് കണ്ടു. പുള്ളി ആകെ അസ്വസ്ഥനായിപ്പോയി. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഞാൻ ഇങ്ങനെ വാതിൽ തട്ടിയിട്ട് അകത്തോട്ട് കയറുമ്പോൾ ഇദ്ദേഹം ഒരു ഒറ്റ മുണ്ട കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ, രാത്രിയാണ്, പകൽ വെളിച്ചത്തിൽ പുള്ളിക്ക് ദൈവമില്ല, ദൈവവിശ്വാസമില്ല, ഇത്തരമുള്ള യാതൊരു ജ്യോതിഷവുമില്ല, ഇത്തരത്തിലുള്ള ഇതൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്നവർ തന്നെ അബദ്ധമാണെന്ന് പറയുന്ന അദ്ദേഹം അപ്രതീക്ഷിതമായി ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് ഭ്രമിപ്പിക്കാനായിട്ട് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ പുള്ളി വാതിൽ തുറക്കുമ്പോൾ എന്നെയാണ് കണ്ടത്. പുള്ളിയുടെ കയ്യിൽ ഡയമണ്ടാണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പം രാത്രിയാണ്. അപ്പം രാത്രിയാണെങ്കിൽ ഇത് ഡയമണ്ട് ഉപയോഗിക്കാൻ പറ്റും. അതെ, നമുക്ക് ഡയമണ്ട് നമ്മൾ 24 hours നമുക്ക് യൂസ് ചെയ്യാം. രാത്രിയും പകലൊന്നുമില്ല. രാത്രിയാകുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ വലുതായിരിക്കും, ഇരുട്ടത്ത് കാണുമ്പോൾ നല്ല റിഫ്ലക്ഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ തിരുവനന്തപുരത്ത് ഭീമ ജ്വല്ലറിയായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. അവിടെ രത്നലോക എന്ന് വെച്ചാൽ ഡയമണ്ട്, അവർ നല്ല ഡയമണ്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ജയറാമായിരുന്നു അന്നത്തെ കാലത്ത്. ഞാനാണെന്ന് ജയറാമിനെയൊക്കെ അറേഞ്ച് ചെയ്ത് അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ എന്നെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്നത്, ഞാൻ പിന്നെ അഭിലാഷിൻ്റെ കയ്യിലുള്ള എൻ്റെ കാലത്തിൻ്റെ വ്യത്യാസമുണ്ട് കാണുമ്പോൾ എനിക്ക് കുറേ കൂടെ
ഈ സാധാരണതിനേക്കാൾ ഒറിജിനാലിറ്റി റിയലായിട്ട് തോന്നുന്നത് എൻ്റെ അനുഭവക്കുറവ് കൊണ്ടാണോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ മറ്റേ രത്നലോകയിലുണ്ടായിരുന്ന ഗോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കാറ്റ്സ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. അത് ശരിക്കും ഒറിജിനലാണോ? ഞാൻ DNA പ്രേക്ഷകരെ അത് കാറ്റ്സയുടെ സർട്ടിഫിക്കറ്റും കാറ്റ്സയായിട്ട് കാണിച്ചു കൊടുത്തതിന് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു എപ്പിസോഡിൽ. അപ്പം ഞാൻ ഇത് നമ്മൾ ശാന്തൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാം നാച്ചുറൽ ഹൈ ക്വാളിറ്റിയാണ്. അപ്പം നമുക്കിപ്പോൾ ഇത്ര കസ്റ്റമേഴ്സ് തന്നെ വേണം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കൊടുക്കുന്നതിൽ നമുക്കൊരു മനസംതൃപ്തി ഉണ്ടാവുക. നമ്മളൊരു സാധനം കൊടുത്തിട്ട് അവർക്കതിൻ്റെ ഗുണമുണ്ടെന്ന് നമ്മളടുത്ത് വിളിച്ച് പറയുമ്പോഴാണ് നമുക്കതിൽ ഒരു മേൽക്കോയ്മ നമുക്ക് അനുഭവപ്പെടുന്നത്. അതിൽ നമ്മൾ കൊടുത്തിട്ട് നമുക്കത് ഗുണമുണ്ടെന്ന് പറയുന്നതല്ലാതെ നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് അപ്പം നമുക്ക് 10 കസ്റ്റമർ ഉണ്ടെങ്കിൽ 10 കസ്റ്റമർ മതി. പക്ഷെ നമ്മൾ നാച്ചുറലായിട്ടുള്ളത് കൊടുക്കത്തുള്ളൂ. നമ്മളൊരു ക്യാരറ്റിന് അത് നാച്ചുറലായിട്ട് കിട്ടുന്നതിൻ്റെ വിലയും ക്യാരറ്റ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം നമുക്കൊരു നാച്ചുറലായിട്ട് നല്ല ഹൈ, ഇപ്പം ഞാൻ കാണിച്ച കാറ്റ്സൈ ഹണി കാറ്റ്സൈ ആണ്. അത് നമുക്ക് ഏറ്റവും റെയറസ്റ്റ് ആണ്, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഉത്തമമാണത്, ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി സർട്ടിഫൈഡ് ആണ്. അപ്പോൾ നമ്മളത് ചെയ്യുന്ന, അത് ഇടുന്ന ആളിന് അതിന്റെ മാറ്റം എന്താണെന്നുള്ള കാര്യത്തിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കസ്റ്റമറായിട്ടുള്ള റിലേഷൻഷിപ്പ് സൂക്ഷിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അല്ല, അത് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സർട്ടിഫൈഡോടല്ലേ കൊടുക്കുന്നത്. സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഞാൻ ചോദിക്കുന്ന, ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വന്ന് ഒരു ഡയമണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമറുമായിട്ട് ദീർഘകാലമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്ന ഒരു ബിസിനസ് ഡയമണ്ട് മേടിച്ച് പോകുന്നതല്ല, അവരോടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കാത്തു സൂക്ഷിക്കും. നമുക്ക് ആക്ച്വലി നമ്മുടെ കയ്യിൽ നിന്ന് ഡയമണ്ട്സ് മേടിച്ചു കഴിഞ്ഞാൽ അവർക്കതിൽ നമുക്ക് ഇപ്പോൾ ഡയമണ്ട്സ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്ത് നമ്മൾ എടുക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതുകൊണ്ട് നമ്മളത് വരുന്ന കസ്റ്റമറിൻ്റെ അടുത്ത് മാത്രമേ പറയാറുള്ളൂ, പൊതുവിൽ നമ്മൾ പറയാറില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മളിലേക്ക് വരുന്നൊരു കസ്റ്റമർ നമുക്കിപ്പോൾ ഡയമണ്ടാണ് ആവശ്യപ്പെട്ടത്, ഡയമണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് വേണ്ട എന്നുള്ള സമയമാണെങ്കിൽ നിശ്ചിതമായ കാലാവധി ഉണ്ടാവും. കാലാവധി ഉണ്ടാവും. അതുമല്ല, നിങ്ങൾ എത്ര പെർസെൻറ്റേജ് കുറയ്ക്കും? നമ്മളതിലൊരു 30% കുറയ്ക്കും. കുറച്ചിട്ട് ബാലൻസ് ഉള്ളത് കൊടുക്കും. ശരി, ഡാമേജ് വരാതിരിക്കണം. എന്തായാലും ഈ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ്റെ സുഖദുഃഖങ്ങൾ ഇടകലർന്നതാണല്ലോ ജീവിതം. അവിടെ കല്ലുകളുടെ സ്വാധീനത്തെക്കുറിച്ച് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടും പൂർവ്വജന്മം മനസ്സിലാക്കി സ്റ്റോണുകൾ കൊടുക്കാൻ സാധിക്കുന്നത് കൊണ്ടും കൊടുത്തവർക്കത് പ്രയോജനപ്പെടുന്നു എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടുമാണ് ഞാൻ ഇത്തരത്തിലൊരു എപ്പിസോഡ് ചെയ്യുന്നത്. തുടർന്നും നമുക്ക് ഇത്തരം എപ്പിസോഡുകളിലൂടെ കല്ലുകളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അതുവരെ നന്ദി, നമസ്കാരം.